കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം പോഷക ഗുണമുള്ള സോയ ചങ്ക് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഗ്രേവിയോടുകൂടി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സോയ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടു നോക്കൂ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ആവശ്യത്തിനുള്ളത് എടുത്ത് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എല്ലാവർക്കും അറിയാലോ, ഇതിലൊരു ഓയിൽ പോലെ ഉണ്ടാവും. വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ്, പ്രോട്ടീൻ റിച്ചാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള സോയ ചങ്ക് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിലുള്ള ആ ഓയിലെല്ലാം കളഞ്ഞ് വേണം എടുക്കാൻ. ഒരല്പസമയം ചൂടുവെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഈ റോസ്റ്റിന് ടേസ്റ്റ് കൂട്ടാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കൂ. കുറച്ച് സമയം വെള്ളത്തിലിട്ട് അതൊന്ന് കുതിർത്ത് വീർത്ത് വരുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഞെക്കി പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാക്കി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വലുതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ വരും കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. സ്പൈസസ് ഒന്നും ഒന്ന് പെട്ടെന്ന് ചൂടായി കരിയാനൊന്നും പാടില്ല. പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു. സിമ്മിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നല്ല ജീരകം വേണ്ടവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള 2 വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതൊരല്പം കൂടി കുറച്ച് പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞിട്ടു കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്കിത് പെറുക്കി കളയാൻ എളുപ്പം. അതിന് വേണ്ടി ആ നൈസായിട്ടാകുമ്പോൾ കടിച്ചു പോവില്ലേ. കുറച്ച് നീളത്തിലൊക്കെ അല്ലെങ്കിൽ അവരവരിഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. കുറച്ച് ഗ്രേവിയിലേക്കൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ, അത് 2 തവണ എടുത്തതാണ് കേട്ടോ. ഒരു വലിയ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് എണ്ണയിലൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. നമുക്ക് അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, നല്ല എരിവുള്ളത് കൊണ്ട് ഒരു 1/2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരല്പം ഗരം മസാലയും, നമ്മളിത് സ്പൈസസ് ഇട്ടത് കൊണ്ട് തന്നെ കൂടുതൽ ചേർത്തിട്ടില്ല. അല്പം ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി ഒരല്പം ചേർക്കാം. ചിക്കൻ മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ 2 പഴുത്ത തക്കാളി ചെറുത് ഇതേപോലെ കുറച്ച് വലുതായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തത്. ഇതിന് ഗ്രേവി ഒഴിക്കുന്നില്ല, നൈസായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. നല്ലപോലെ ഒന്ന് വഴന്നിങ്ങനെ വരുമ്പോൾ അത്യാവശ്യം വഴന്നു. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ മതി. ഉടഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇങ്ങനെ വലുതാക്കിയിട്ട് ഇടുമ്പോൾ സോയയുടെ കൂടെയൊക്കെ ഇങ്ങനെ അത് കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നുമില്ല കേട്ടോ. എന്നാലും കഴിയുമ്പോൾ ഞെക്കി പിഴിഞ്ഞാലും ഒരല്പം വെള്ളം കാണും. അപ്പോൾ നോക്കിയിട്ട് വേണം നമുക്കിതിൽ ഗ്രേവി ചേർക്കാൻ. ആദ്യം അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിയാനായിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണ വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
നല്ലപോലെ ഒന്ന് വഴറ്റി ഒരല്പം എണ്ണയും കൂടി ഞാനിതിലേക്ക് ചേർത്തു. സോയ ചങ്കിലെ വെള്ളമൊക്കെ വലിയുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കണം. തക്കാളിയൊക്കെ ആ കൂട്ടത്തിൽ അങ്ങ് വെന്തോളും. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി ഒരു 10-15 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വരുമ്പോൾ സോയ വെന്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നാൽ സൂപ്പറായിട്ടുള്ള ഒരു സോയ ചങ്ക് ഗ്രേവിയാണിത്. ഗ്രേവിയും സോയ ചങ്ക് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് രുചി കൂട്ടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ഒരല്പം പാലാണ്. തേങ്ങയുടെ പാലോ പശുവിൻ പാലോ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും. മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറി നല്ലൊരു മയവും നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും ഉണ്ടാവും. അതും കൂടി ഒഴിപ്പിച്ച് ഒന്ന് തിളച്ച് സെറ്റാക്കി എടുക്കണം. ഈ ഗ്രേവി ഒന്ന് കുറുകിയെടുക്കണം. ഇങ്ങനെ കുറുകി ഒന്ന് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പം കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുത്താൽ സൂപ്പറാണ്.